തിരുവനന്തപുരം മേയറായി ബി.ജെ.പി. നേതാവ് വി രാജേഷ് എത്തിയതിന് പിന്നിൽ ആസൂത്രിത ചരടുവലികൾ. മുൻ ഡി.ജി.പി. ആർ. ശ്രീലേഖയെ തഴഞ്ഞതിലൂടെ പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും തിരിച്ചടി. വി. മുരളീധരന്റെയും കെ. സുരേന്ദ്രന്റെയും വിശ്വസ്തൻ മേയറാകുന്നതോടെ ബി.ജെ.പിയിൽ പവർ പൊളിറ്റിക്സ് ശക്തമാകും. ഇടവേളയ്ക്ക് ശേഷം ബി.ജെ.പിയിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കൂടുതൽ കരുത്തു നേടുന്നു. നിയുക്ത മേയറായി ഉയർത്തിക്കാട്ടിയിരുന്ന മുൻ ഡി.ജി.പി. ആർ. ശ്രീലേഖയെ അവസാന നിമിഷം തഴഞ്ഞതിന് പിന്നിൽ ആസൂത്രിത ചരടുവലികൾ നടന്നിരുന്നുവെന്നത് വ്യക്തമാകുന്നു. തിരുവനന്തപുരത്ത് ബി.ജെ.പി. നേതാവ് വി രാജേഷ് മേയറായി ചുമതലയേറ്റതോടെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. ശ്രീലേഖയെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവന്നതും തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചതും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കരുത്ത് കാണിച്ചതോടെ മേയർ ആകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ശ്രീലേഖയും ഒപ്പമുണ്ടായിരുന്നവരും. അതിനുള്ള അണിയറ ഒരുക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കെയാണ് അപ്രതീക്ഷിതമായി സംഭവഗതികൾ ആകെ മാറിമറിഞ്ഞത്. മേയർ സ്ഥാനത്തേക്ക് വി രാജേഷിന്റെ പേര് RSS നേതൃത്വം നിർദ്ദേശിച്ചതോടെ രാജീവ് ചന്ദ്രശേഖറും വെട്ടിലായി. പ്രകടമായി തർക്കങ്ങൾ ഒന്നുമില്ലാതിരുന്ന തിരുവനന്തപുരത്ത് RSS നേതൃത്വം രംഗത്തിറങ്ങിയത് എന്തുകൊണ്ടാണ്? ആരാണിതിന് ചരടുകൾ വലിച്ചത്? നിലവിലെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഇരുട്ടടി നൽകും വിധം മേയർ സ്ഥാനം അട്ടിമറിച്ചതിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ. ഇതിനുവേണ്ടി മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. രഹസ്യമായി നടത്തിയ ഈ വിധം കരുനീക്കത്തിന്റെ ഭാഗമായാണ് മേയർ സ്ഥാനം ശ്രീലേഖയ്ക്ക് നഷ്ടമായത്. കെ. സുരേന്ദ്രന്റെ വിശ്വസ്ത അനുയായിയാണ് വി രാജേഷ്. കെ. സുരേന്ദ്രൻ പാർട്ടി അധ്യക്ഷനായിരിക്കെ അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു വി രാജേഷ്. സുരേന്ദ്രനെ ന്യായീകരിക്കും വിധമുള്ള പ്രകടനങ്ങളുമായി ചാനൽ ചർച്ചകളിലും വി രാജേഷ് സജീവമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ വി രാജേഷിനെ മത്സര രംഗത്ത് ഇറക്കുമ്പോഴേ മേയർ സ്ഥാനാർത്ഥി എന്ന പരിവേഷം ഒരു വിഭാഗം നടത്തിയിരുന്നു. എന്നാൽ ശ്രീലേഖയെ മുൻനിരയിലെത്തിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ സമവാക്യങ്ങൾ മാറിമറിഞ്ഞു. ഞാണിന്മേൽ നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും സ്വതന്ത്ര പിന്തുണയോടെ ഭരണം ഉറപ്പിക്കാൻ NDAക്ക് കഴിയുമെന്ന് ഉറപ്പായതോടെയാണ് സുരേന്ദ്രനും കൂട്ടരും ചരടുവലികൾ ആരംഭിച്ചത്. ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് വഴിയാണ് ഈ നീക്കം നടത്തിയത്. ഒടുവിൽ അത് ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്തു. തലസ്ഥാന നഗരിയിൽ ബി.ജെ.പിക്ക് ആദ്യ മേയർ സ്ഥാനം ലഭിക്കുമ്പോൾ അതൊരു RSS പ്രവർത്തകൻ ആയിരിക്കണമെന്ന നിർദ്ദേശമാണ് മുരളീധരനും സുരേന്ദ്രനുമൊക്കെ RSS നേതൃത്വം മുൻപാകെ സമർപ്പിച്ചത്. പാർട്ടിക്ക് പദവികൾ ലഭിച്ചു തുടങ്ങുന്ന സമയത്ത് സെലിബ്രിറ്റികൾക്ക് നൽകാതെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നേതാക്കൾക്ക് നൽകണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. RSS നേതൃത്വം ഇത് അംഗീകരിച്ചതോടെ ശ്രീലേഖയുടെ കസേര തെറിക്കുകയും ചെയ്തു. തനിക്ക് മേയർ സ്ഥാനം നൽകുകയും അവസാന നിമിഷം അത് അട്ടിമറിക്കുകയും ചെയ്തതിൽ കടുത്ത അസംതൃപ്തിയാണ് ആർ. ശ്രീലേഖയ്ക്കുള്ളത്. ശ്രീലേഖയെ പിണക്കിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചുപിടിക്കുമെന്ന ഭീതിയും NDA നേതൃത്വത്തിനുണ്ട്. ഉന്നത അധികാര ശ്രേണിയിലുള്ളവരുടെ പിന്തുണയെ സ്വാധീനിക്കാൻ ശ്രീലേഖയ്ക്ക് കഴിയും. അതോടൊപ്പം ഒരു വിഭാഗം സാമുദായിക വോട്ടുകളിലും വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ സീറ്റ് നൽകാമെന്ന വാഗ്ദാനമാണ് നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിളയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമോ സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന ഗവർണർ സ്ഥാനത്തേക്കോ പരിഗണിക്കാമെന്ന വാഗ്ദാനമാണ് ശ്രീലേഖയ്ക്ക് നൽകിയിരിക്കുന്നത്. തലസ്ഥാന നഗരത്തിന്റെ ഭരണസാരഥ്യം സ്വന്തമാക്കിയിട്ടും പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ഗ്രൂപ്പ് വടംവലികളാൽ ആവിധം നേട്ടങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ വിധം അനൈക്യങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും വരും ദിവസങ്ങളിൽ CPM-ഉം കോൺഗ്രസും വലിയ രാഷ്ട്രീയ ചർച്ചകളാക്കി മാറ്റുമെന്നത് ഉറപ്പാണ്.